നമസ്കാരം. ഈ വർഷം കേരളം വിറങ്ങലിച്ച് നിന്ന ഒരു ദുരന്തമായിരുന്നു വയനാട് ഉണ്ടായത്. ദുരന്തത്തിൽ കാണാതെ പോയ ആയിരക്കണക്കിന് ആൾക്കാരുടെ മൃതശരീരങ്ങൾ ഇനിയും കിട്ടാനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മൃതശരീര ഭാഗങ്ങൾ വരെ നാം എടുത്ത് സംസ്കരിക്കുന്ന കണ്ടു. അതിൽ നിന്ന് ജീവൻ തിരിച്ചു കിട്ടി പല സ്ഥലങ്ങളിൽ ക്യാമ്പുകളിൽ കഴിയുന്ന അല്ലെങ്കിൽ വാടക വീടുകളിൽ കഴിയുന്ന നൂറുകണക്കിന് ആൾക്കാർ ഇപ്പോഴും അവിടെയുണ്ട്. അവർക്ക് കൊടുക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന കിറ്റ് ഉഴുവരിച്ചതും ദ്രവിച്ചതും ആയതായിരുന്നുവെന്ന് ഈ കഴിഞ്ഞ ദിവസം നാം നേരിട്ട് കണ്ടു. കിറ്റ് എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാൾക്ക് അയാൾക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ വാരി കെട്ടിക്കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സർക്കാരിൻ്റെ ജോലി ശരിക്കും പറഞ്ഞാൽ ഈ കിറ്റ് കൊടുക്കലാണോ? ഈ കിറ്റ് കൊടുക്കലിൻ്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ടല്ലോ. വറുതി ഉണ്ടാകുമ്പോൾ, നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പട്ടിണി ഉണ്ടാകുമ്പോൾ, കോവിഡ് മഹാമാരി വന്നപ്പോഴൊക്കെ സർക്കാർ കൊടുത്തത് കിറ്റാണ്. കിറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അല്ലെ സർക്കാർ നിശ്ചയിക്കുന്ന വ്യക്തികൾ വിവിധ സ്ഥലങ്ങളിൽ പോയി വാങ്ങുന്നു. അതിൻ്റെ ക്വാളിറ്റി ഒരിടത്ത് പോലും ഡിസ്ക്ലോസ് ചെയ്യപ്പെടുന്നില്ല. അവർക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങുന്നു. അവർക്കിഷ്ടപ്പെട്ട അളവിൽ അത് കുറേ ആൾക്കാരെ കൊണ്ട് പാക്ക് ചെയ്യിച്ച് കുറേ വ്യക്തികളത് ലോഡ് ചെയ്ത് ചില സ്ഥാപനങ്ങളിൽ അല്ലെ റേഷൻ കടകളിൽ എത്തിച്ചിട്ട് അവിടുന്ന് അത് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കുക, ഈ സാധനം വാങ്ങാൻ പോകുന്ന ചിലവും ആ സാധനങ്ങൾ പാക്ക് ചെയ്യുന്ന ചിലവും ആ സാധനങ്ങൾ ലോഡ് ചെയ്യുന്ന ചിലവും പിന്നീട് അത് തിരിച്ച് ആൾക്കാർ കൊടുക്കുന്നതുമായ അതിനുണ്ടാകുന്ന ചിലവും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 300 രൂപ കിറ്റ് കൊടുക്കുവാൻ ഏകദേശം 800 രൂപയിലധികം ചിലവാക്കുന്നു. എന്നാൽ ഈ 800 രൂപ ആ വ്യക്തിക്ക് അക്കൗണ്ടിലൂടെ കൊടുത്താൽ ആ പണം അയാൾക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങുവാൻ സാധിക്കും. അങ്ങനെ അയാൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിയാൽ ആ തുക ആ പ്രദേശത്തെ ചെറുകിട കച്ചവടക്കാരിലൂടെ ഈ നമ്മുടെ നാട്ടിൽ തന്നെ അത് ക്രയവിക്രയം ചെയ്യപ്പെടും. നമ്മുടെ നാട്ടിൽ പണമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമായി വരുന്നത്. ജനത്തിൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ മാത്രമേ അവന് വാങ്ങാൻ കഴിയുള്ളൂ. വാങ്ങാൻ കഴിവുള്ളവന് എന്താ വേണ്ടത്? കാശാണ് വേണ്ടത്. അപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങൾ അവർ വാങ്ങിയെടുത്താൽ ആ തുക നമ്മുടെ നാട്ടിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടും. ആ മണി അവിടെ തന്നെ കിടക്കും. ഇവിടെ സർക്കാർ എന്താ ചെയ്യുന്നത്? അരിക്ക് വില കൂടിയ സർക്കാർ വെളിയിൽ പോയി അരി മേടിച്ചുകൊണ്ട് വന്ന് അരിക്കച്ചവടം ചെയ്യുക. പഞ്ചസാരയ്ക്ക് വില കൂടി കഴിഞ്ഞാൽ അത് ചെയ്യുക. ഇതൊക്കെയാണോ സർക്കാർ ചെയ്യേണ്ടത്? ശരിക്കും ഈ കിറ്റ് കൊടുപ്പ് തന്നെ ജനത്തിനെ കിറ്റിലാക്കുന്ന ഒരു പണിയാണെന്നാണ് പറയേണ്ടത്. അതുതന്നെയാണ് ഈ പറഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു പഞ്ചായത്തിൽ സൂക്ഷിക്കുകയും പിന്നീട് കൊടുക്കുകയും ചെയ്ത കിറ്റിൻ്റെ പിന്നിലുണ്ടായ ദുരന്തത്തിനും കാരണം. എത്രയോ കുട്ടികൾക്ക് അത് കഴിച്ച് അവർ ആശുപത്രിയിൽ പോയി ഭക്ഷ്യവിഷബാധയേറ്റു. ഇതൊന്നും ഏൽക്കാതെ അവനവന് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങുവാൻ ഈ തുക അവർക്ക് കൊടുക്കുന്നതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല സർക്കാർ ചെയ്യേണ്ടത്. അതിന് പകരം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, സർക്കാർ IAS കാര്യങ്ങൾ നമ്മൾ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ വേറൊരു വശത്ത് നിൽക്കുമ്പോൾ അവരെ ഉപയോഗിച്ച് ഈ രാഷ്ട്രീയക്കാരോട് ചേർന്ന് ഈ കിറ്റ് വാങ്ങി നാട്ടിലെല്ലാം വിതരണം ചെയ്യുന്നതിൻ്റെ പിന്നിലെ രഹസ്യം ഇതുതന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എന്ത് ചെയ്തു എന്നുള്ളതല്ല, ജനത്തിൻ്റെ പണമെടുത്ത് ജനത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എനിക്കെന്ത് കിട്ടും എന്നാണ് ഓരോ ഭരണാധികാരിയും ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രോജക്റ്റിൻ്റെ പിന്നിലും അവൻ എന്ത് കിട്ടും എന്നതിനെപ്പറ്റിയാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ദുഷിച്ചതും കാലം കഴിഞ്ഞതും പഴകിയതും ഒക്കെയായ സാധനങ്ങൾ ആൾക്കാർ ഭക്ഷിക്കേണ്ടി വരുന്നത്. ഈ വാങ്ങുന്ന ഒരു സാധനത്തിന് ആ കിറ്റിൽ വെച്ചിരിക്കുന്ന പല പാക്കറ്റുകൾക്കും അവ പരിശോധിച്ചാൽ അങ്ങേയറ്റം ഭക്ഷ്യവിഷബാധയ്ക്കോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കെമിക്കലുള്ള ഭക്ഷ്യവസ്തുക്കളായിരിക്കും ആ കിറ്റിൽ വെച്ചിരിക്കുന്നത്. ഈ 100 ഗ്രാം മുളക് അല്ലെങ്കിൽ 150 ഗ്രാം മുളക് കൊടുക്കുന്ന സ്ഥാനത്ത് ആ പണം അവൻ്റെ കയ്യിലെത്തിയാൽ അവനത് കൃത്യമായി വിനിയോഗിക്കും. അവന് ഇഷ്ടമുള്ള സാധനം വാങ്ങും. ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. എന്നെങ്കിലും ഇങ്ങനെ ചിന്തിക്കുവാൻ നമ്മുടെ സർക്കാരിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് സത്യം. അധികാരമെന്ന് പറയുന്നത് പണമുണ്ടാക്കാനുള്ള ഒരു എളുപ്പമാർഗമായി മാറിയിരിക്കുന്ന ഈ നാട്ടിൽ ഇതൊക്കെ തന്നെ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ അനുഭവിക്കാനുള്ള ഗതികേടിലാണ് നമ്മുടെ സംസ്ഥാനത്തെ ഓരോ വ്യക്തിയും എന്ന് കൂട്ടിച്ചേർക്കേണ്ടിയിരിക്കുന്നു. വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.